ഇത് തിയറി ഓഫ് ഇക്വേഷൻസിൽ റൂട്ട്സിൻ്റെ റിലേഷൻ വെച്ചിട്ട് നമ്മൾ കുറേ ഇക്വേഷൻസും S1 S2 S3 അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് അയച്ചു തരാം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് സോൾവ് ചെയ്യുന്ന കാണിച്ചു തരാം. സിമ്പിളാണ്. ഇങ്ങനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 4th ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ, അതുപോലെ 1/α പ്ലസ് 1/β പ്ലസ് 1/γ പ്ലസ് 1/δ, അതുപോലെ 1/α സ്ക്വയർ പ്ലസ് 1/β സ്ക്വയർ പ്ലസ് 1/γ സ്ക്വയർ പ്ലസ് 1/, ഇത് വെറുതെ റീഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ലെന്നറിയാം. ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, S1 S2 S3 S4 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫോർമുലകളും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തണം. എങ്ങനെയാണെന്നുള്ളത് സിമ്പിളായി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് S1 S2 S3 S4 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ 4 വാല്യൂ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ. ഓക്കെ, ഇതിവിടെ ജസ്റ്റ് എഴുതി വയ്ക്കുന്നു. ഇക്വേഷൻ -A1/A0 ആണ്. ഇവിടെ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാറിപ്പോകുന്നുണ്ട്. ഇത് A0, ഇത് A1, A2, A3, A4. അപ്പോൾ -A1/A0 ആണ്. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6. അപ്പോൾ ഓൾറെഡി ഇക്വേഷനിലൊരു മൈനസ് ഉണ്ട്, A1-ൽ മൈനസ് ഉണ്ട്. -6/A0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. സോ -6/2 3. ഈ വാല്യൂ ഇവിടെ ഇരിക്കട്ടെ, S1-ൻ്റെ വാല്യൂ. A2/A0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5/A0 5/2. -A3/A0 പറഞ്ഞു കഴിഞ്ഞാൽ A3 -A3 ആണ്. അപ്പോൾ -7/2, അതായത് 7/2. ഓക്കെ, പിന്നെ A4/A0 ആണ് S4. അപ്പോൾ 1/2. ഓക്കെ, A0 2 അല്ലേ? അതെ. അപ്പോൾ ഈ S1 S2 S3 S4 ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ എന്താണെന്നുള്ളതാണ്. ഇത് ഈ ഒരു സ്റ്റാർട്ടിങ് അറിയന്നെ വേണം. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ ഹോൾ സ്ക്വയർ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇതെന്തായാലും ബൈഹെട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഇവിടെയാണ് സ്റ്റാർട്ടിങ്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ബൈഹെട്ട് ഇക്വേഷൻ നമ്മളെ A+B ഹോൾ സ്ക്വയർ ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. പക്ഷേ 4 എന്നുള്ളതൊന്നും എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. കാണാതെ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് അവിടെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ ഹോൾ സ്ക്വയറിന് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ. ഇനി ബ്രാക്കറ്റ് പൊളിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. ഞാൻ അവിടെ ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പെട്ടെന്ന് റീഡ് ചെയ്ത് പോവാം. ആൽഫ ഇൻറ്റു ആൽഫ ആൽഫ സ്ക്വയർ, അടുത്തത് ആൽഫ ഇൻറ്റു ബീറ്റ ആൽഫ ബീറ്റ, ആൽഫ ഇൻറ്റു ഗാമ ആൽഫ ഗാമ, ആൽഫ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഡെൽറ്റ. ഇതുപോലെ ഓരോന്നും ചെയ്യാം. അടുത്ത ബീറ്റ എടുക്കുക. ബീറ്റ ഇൻറ്റു ആൽഫ, ഞാൻ പെട്ടെന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റ ഇൻറ്റു ആൽഫ ആൽഫ ബീറ്റ, എപ്പോഴും ഒരു ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ പറയുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് സിമിലർ ടേംസ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബീറ്റ ഇൻറ്റു ആൽഫ ആൽഫ ബീറ്റ, ബീറ്റ ഇൻറ്റു ബീറ്റ ബീറ്റ സ്ക്വയർ, ബീറ്റ ഇൻറ്റു ഗാമ ബീറ്റ ഗാമ, ബീറ്റ ഇൻറ്റു ഡെൽറ്റ ബീറ്റ ഡെൽറ്റ. ബീറ്റേൻ്റെയും കഴിഞ്ഞു. ഇനി അടുത്ത് ഗാമ എടുക്കുക. ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ബീറ്റ ഇൻറ്റു ആൽഫ ആൽഫ ഗാമ ഇൻറ്റു ആൽഫ ആൽഫ ഗാമ, ഗാമ ആൽഫ എന്ന് എഴുതിയാൽ തെറ്റൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഗാമ ഇൻറ്റു ബീറ്റ ബീറ്റ ഗാമ, ഗാമ ഇൻറ്റു ഗാമ ഗാമ സ്ക്വയർ, ഗാമ ഇൻറ്റു ഡെൽറ്റ ഗാമ ഡെൽറ്റ. അതുപോലെ ഡെൽറ്റേൻ്റെയും കൂടെ ചെയ്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ സിമിലർ ടേംസ് ആഡ് ചെയ്യാം. അതിന് മുമ്പ് ആൽഫ സ്ക്വയർ നമുക്ക് വേണ്ടത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ ആണ്. ആ 4 ടേം ഇവിടെ വന്നിട്ടുണ്ട്. അത് ആദ്യം എടുത്ത് എഴുതാം. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ ആദ്യം എഴുതി. ഇനി ബാക്കിയുള്ള ടേംസ് ഒന്ന് നോക്കി നോക്ക്. ആൽഫ ബീറ്റ 2 ആൽഫ ബീറ്റ. അടുത്തത് ആൽഫ ഗാമയും അത് 2 ആൽഫ ഗാമ. അടുത്തത് ആൽഫ ഡെൽറ്റ, എഗെയിൻ ആൽഫ ഡെൽറ്റ, അപ്പോൾ 2 ആൽഫ ഡെൽറ്റ. പിന്നെ ബീറ്റ ഗാമ, എഗെയിൻ ബീറ്റ ഗാമ, അപ്പോൾ 2 ബീറ്റ ഗാമ. ഇനി ബീറ്റ ഡെൽറ്റ 2 ബീറ്റ ഡെൽറ്റ, ഗാമ ഡെൽറ്റ 2 ഗാമ ഡെൽറ്റ. ഓക്കെ, ഇങ്ങനെ വന്നല്ലോ. ഒരു പാറ്റേണൊക്കെ പലർക്കും കത്തിയിട്ടുണ്ടാവും. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിലെല്ലാത്തിലും 2 ഉണ്ടല്ലോ. ഔട്ട് സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ഔട്ട് സൈഡ് എടുത്തു. ബാക്കി ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ബീറ്റ പ്ലസ് ആൽഫ ഗാമ പ്ലസ് ആൽഫ ഡെൽറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ബീറ്റ ഡെൽറ്റ പ്ലസ് ഗാമ ഡെൽറ്റ. ഓക്കെ, അതെന്താ? നമ്മുടെ S2 അല്ലേ. S2 പറഞ്ഞാൽ എന്തായിരുന്നു? 2 വീതം, റൂട്ട്സിൽ 2 വീതം എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൽഫ ബീറ്റ പ്ലസ് ആൽഫ ഗാമ പ്ലസ് ആൽഫ ഡെൽറ്റ, ബീറ്റ ഗാമ പ്ലസ് ബീറ്റ ഡെൽറ്റ പ്ലസ് ഗാമ ഡെൽറ്റ. അപ്പോൾ അതന്നെയല്ലേ ഇത്. അപ്പോൾ നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു S2 എന്ന് എഴുതിക്കൂടെ? ഇനി ലെഫ്റ്റിൽ നമ്മൾ എന്തിൻ്റെ സ്ക്വയറായി കണ്ടുപിടിച്ചിട്ടുള്ളത്? ഇതെന്താ ഈ ബ്രാക്കറ്റിനകത്തുള്ള S1 അല്ലേ? അതായത് ഇങ്ങനെ ഒരു റിലേഷനിലേക്ക് എത്താൻ പറ്റും. S1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ പ്ലസ് 2 S2 എന്ന് എഴുതാൻ പറ്റും. ഇനി S1 വാല്യൂ എന്താ? അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. S1 വാല്യൂ 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു
ഇത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ പ്ലസ് 2s2 പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു s2 5/2 അല്ലേ, 5/2. 2 ഇൻറ്റു 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആയി പോകും. ഇനി പ്ലസ് 5 അങ്ങോട്ട് കൊണ്ടുവരിക. 3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മൈനസ് 5 ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും, ഈക്വൽ ടു 4. അത് നിങ്ങൾ എഴുതി അവസാനിപ്പിച്ചേക്ക്. ഇങ്ങനെ ഈ ആൻസർ കിട്ടും. അടുത്തത് നോക്കാം. അടുത്ത് വേണ്ടത് 1/α പ്ലസ് 1/β പ്ലസ് 1/γ പ്ലസ് 1/δ ആണ്. ഇതും അത് സിമ്പിളാണ്, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ തന്നെ പോകുന്നു കേട്ടോ. നമ്മളിത് കാണുമ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ ചെയ്യാമെന്നൊക്കെ തോന്നുന്നുണ്ടാവും. ജസ്റ്റ് ഫ്രാക്ഷൻ്റെ അഡീഷനാണ് ചെയ്യുന്നത് ഞാൻ. 1/α പ്ലസ് 1/β പ്ലസ് 1/γ പ്ലസ് 1/δ ഞാൻ 2 ഫ്രാക്ഷനായിട്ട് ആഡ് ചെയ്യാൻ പോവാം. ഒരുമിച്ച് ആഡ് ചെയ്യാൻ വയ്ക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, തെറ്റൊന്നുമില്ല. ഇനി ഞാൻ വേറൊരു മെത്തേഡിൽ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, വേറൊരു അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആ മെത്തേഡിൽ വേണം ചെയ്യാം. ഡയറക്റ്റായിട്ട് എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടെണ്ണമായിട്ട് ആഡ് ചെയ്താലും മതി. ശരിക്കും ഡയറക്റ്റായിട്ട് രണ്ടെണ്ണത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാണ് എളുപ്പം. അത് ഞാൻ അടുത്ത് പറയാം. അങ്ങനൊരു മെത്തേഡ് കുറച്ചും കൂടെ വഴികളും കുറവാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, നോക്കി നോക്കാം. 1/α പ്ലസ് 1/β ചെയ്താൽ എന്താ, ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. ബീറ്റ ഇൻറ്റു 1 ബീറ്റ പ്ലസ് ആൽഫ ഇൻറ്റു 1 ആൽഫ, അതായത് ബീറ്റ പ്ലസ് ആൽഫ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ. ഇനി ഇത് ചെയ്താലോ, ഡെൽറ്റ പ്ലസ് ഗാമ ബൈ ഗാമ ഡെൽറ്റ. ഞാൻ രണ്ടെണ്ണത്തിന് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇതിപ്പോൾ 2 ഫ്രാക്ഷൻ അല്ലേ, അതായത് ആൽഫ ബീറ്റ കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഗാമ ഡെൽറ്റ കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഗാമ ഡെൽറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന് ഞാൻ തിരിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അതുപോലെ ആൽഫ ബീറ്റ ഇൻറ്റു ഡെൽറ്റ പ്ലസ് ഗാമയ്ക്ക് പകരം ഗാമ പ്ലസ് ഡെൽറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ഉണ്ട്, ആൽഫ ബീറ്റ ഇൻറ്റു ഗാമ ഡെൽറ്റ, ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് വരും. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് പൊളിക്കാം. ഗാമ ഡെൽറ്റ ഇൻറ്റു ആൽഫേനെ ഞാൻ ആ ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട് ആൽഫ ഗാമ ഡെൽറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. ഗാമ ഡെൽറ്റ ഇൻറ്റു ബീറ്റേനെ ഞാൻ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. ആൽഫ ബീറ്റ ഗാമ ബ്രാക്കറ്റ് പൊളിക്കാം കേട്ടോ. ആൽഫ ബീറ്റ ഇൻറ്റു ഗാമ അത് അങ്ങനെ തന്നെ മതി, ആൽഫ ബീറ്റ ഗാമ എന്ന് മതി. ആൽഫ ബീറ്റ ഇൻറ്റു ഡെൽറ്റയും അതുപോലെ തന്നെ എഴുതി. ഡിനോമിനേറ്ററിൽ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ പലർക്കും എന്താണെന്നുള്ള കത്തിയിട്ടുണ്ടാവും. അതായത് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ ഡെൽറ്റ പ്ലസ് അല്ലേ ആൽഫ ബീറ്റ ഡെൽറ്റ പ്ലസ് ബീറ്റ ഗാമ ഡെൽറ്റ. അതെന്തായിരുന്നു ന്യൂമറേറ്റർ? അത് നമ്മുടെ S3 ആയിരുന്നു. 3 എണ്ണം വീതം എടുത്തിട്ടുള്ളത് ആൽഫ ബീറ്റ ഗാമ പ്ലസ് ആൽഫ ബീറ്റ ഡെൽറ്റ പ്ലസ് ആൽഫ ഗാമ ഡെൽറ്റ പ്ലസ് ബീറ്റ ഗാമ ഡെൽറ്റ. അതായത് ന്യൂമറേറ്ററിൽ വന്നത് S3 ആണ്, ഡിനോമിനേറ്ററിലോ 4 എണ്ണം ഒരുമിച്ച് വരുന്ന ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്തായിരുന്നു? S4 ആണ്. S3/S4 ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. അത് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. S3 1/2 അല്ല 7/2 ഉണ്ട്, S4 1/2 ഉണ്ട്. 7/2/1/2 ഈക്വൽ ടു 7. അത്രയേ ഉള്ളൂ. അടുത്തത് 1/α സ്ക്വയർ പ്ലസ് 1/β സ്ക്വയർ പ്ലസ് 1/γ സ്ക്വയർ പ്ലസ് 1/δ സ്ക്വയർ. ഇതെന്താണെന്ന് ചോദ്യം. ഇതും അതേ സ്റ്റാർട്ടിങ് ശ്രദ്ധിക്കണം. നേരത്തെ പോലെ തന്നെ 1/α പ്ലസ് 1/β പ്ലസ് 1/γ പ്ലസ് 1/δ ഹോൾ സ്ക്വയർ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാരണം ഈ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് 7 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിത് വേണ്ടവർക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഓർമ്മല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തല്ലോ ഇതുപോലെ ഒരു 4 ടേംസ് ഉള്ള സ്ക്വയറാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയത് ഓരോ ടേമിൻ്റെയും സെപ്പറേറ്റ് സ്ക്വയർസ് പ്ലസ് 2 ഇൻറ്റു അല്ലേ. അപ്പോൾ ഇതൊരു റിസൾട്ടായിട്ട് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ എക്സാമുകളൊന്നും ഓർമ്മയൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് പൊളിച്ച് ചെയ്തോ, ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടായിട്ട് A+B+C+D ഹോൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ A² + B² + C² + D² + 2 ഇൻറ്റു AB 2 ഇൻറ്റു AC 2 ഇൻറ്റു AD 2 ഇൻറ്റു BC 2 ഇൻറ്റു BD 2 ഇൻറ്റു CD. ഇത് ഓർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എൻ്റെ സ്ഥാനത്ത് 1/α ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ടേം 1/α സ്ക്വയർ. ബീൻ്റെ സ്ഥാനത്ത് 1/β ആണ്, അപ്പോൾ 1/β സ്ക്വയർ. സീൻ്റെ സ്ഥാനത്ത് 1/γ ആണ്, അപ്പോൾ 1/γ സ്ക്വയർ. ഡീൻ്റെ സ്ഥാനത്ത് 1/δ ആണ്, അപ്പോൾ 1/δ സ്ക്വയർ. പ്ലസ് നോക്കി നോക്കി, ഇനി എല്ലാത്തിലും 2 ഇല്ലേ, 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തിട്ടോ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ 2 ഇൻറ്റു AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/α ഇൻറ്റു 1/β, അതായത് 1/α β. അടുത്തത് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/α ഇൻറ്റു 1/γ. ഓക്കെ, 1 ഫോമാറ്റിലാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 1/α γ പ്ലസ് AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/α ഇൻറ്റു 1/δ, അപ്പോൾ 1/α δ കഴിഞ്ഞില്ല. പ്ലസ് ഇനി BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/β ഇൻറ്റു 1/γ, അതായത് 1/βγ. അടുത്തത് BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/β ഇൻറ്റു 1/δ 1/βδ.
പ്ലസ് സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/γ × 1/Δ ഓക്കെ. ഇത് ഇക്വേഷൻ നമ്പർ എ എന്നോ സ്റ്റാറെന്നോ എന്തെങ്കിലും കൊടുത്തിട്ട് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. തൽക്കാലം ഇതവിടെ വെക്കാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഒറ്റയടിക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ സ്റ്റക്കായി പോകും. നമുക്ക് ഈ 2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ലേ, എന്താ സംഗതി എന്നുള്ളതൊന്ന് സിമ്പിളാക്കാൻ പറ്റുമോ നോക്കി നോക്കാം. 1/α β + 1/α γ + 1/α δ + 1/β γ + 1/β δ + 1/γ δ. അത് ഞാനൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാം. ഞാൻ ആദ്യം അത് മാത്രം എടുത്തൊന്ന് എഴുതിയിട്ടുണ്ട്. അതിന് സിമ്പിളായിട്ട് വല്ല വാല്യൂ കിട്ടുമോ നോക്കാം. ഓക്കെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിനോമിനേറ്റർ സെയിം ആക്കുന്ന ഇതാണ് എളുപ്പം. ഇത് എല്ലാ ടേമും ഞാൻ രണ്ടെണ്ണം വീതം ആഡ് ചെയ്യുക അത്ര എളുപ്പമൊന്നുമല്ല. 3 തവണയൊക്കെ ആഡ് ചെയ്യണം. അതിനേക്കാൾ മെച്ചം എല്ലാത്തിൻ്റെയും ഈ ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഇവിടെ ആൽഫ ബീറ്റ വന്നിട്ടുണ്ട്, ആൽഫ ഗാമ വന്നിട്ടുണ്ട്, ആൽഫ ഡെൽറ്റ വന്നിട്ടുണ്ട്, എല്ലാ ലെറ്റേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാ ലെറ്റേഴ്സും എല്ലാത്തിനും താഴെ കൊണ്ടുവന്നു. ഇതിന് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റയും കൂടെ താഴെ കൊണ്ടുവരണം അല്ലേ. ഗാമ ഡെൽറ്റ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മുകളിലും താഴെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗാമ ഡെൽറ്റയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ താഴെ വരും, മുകളിൽ വെറും ഗാമ ഡെൽറ്റ വരും. അടുത്തതും അതെ, ഗാമ ഡെൽറ്റ അല്ലെങ്കിൽ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആക്കണം താഴെ. അപ്പോൾ ബീറ്റ ഇൻറ്റു ഡെൽറ്റയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, മേലും താഴെ ബീറ്റ ഡെൽറ്റ / ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. അടുത്തത് അതെ, ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആക്കി മാറ്റണം. അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ബീറ്റ ഗാമയും കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. അടുത്തതും അതെ, ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ താഴെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൽഫ ഇൻറ്റു ഡെൽറ്റയാണ് കുറവ്. അപ്പോൾ ആൽഫ ഡെൽറ്റ ഓക്കെ / ബീറ്റ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ പ്ലസ് ഇവിടെ ബീറ്റ ഡെൽറ്റ ഉണ്ട്, ആൽഫ ഇൻറ്റു ഗാമ മുകളിൽ വരണം, താഴെയും വരണം. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. അടുത്തത് ലാസ്റ്റ് ഗാമ ഡെൽറ്റയാണ്. ഒരു ആൽഫ ബീറ്റേൻ്റെ കുറവുണ്ട്, അത് മുകളിൽ എഴുതി താഴെ എഴുതി. ഇപ്പോൾ ഡിനോമിനേറ്റർ എല്ലാത്തിനും സെയിം ആയി. ന്യൂമറേറ്ററുകൾ ആഡ് ചെയ്താൽ മതിയല്ലോ. അതായത് ഗാമ ഡെൽറ്റ ന്യൂമറേറ്ററുകൾ ഗാമ ഡെൽറ്റ പ്ലസ് ബീറ്റ ഡെൽറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഡെൽറ്റ പ്ലസ് ആൽഫ ഗാമ പ്ലസ് ആൽഫ ബീറ്റ. ഇത് 2 സ്റ്റെപ്പ് എഴുതാൻ വേണ്ടിയുള്ള ഒരു ഒറ്റ സ്റ്റെപ്പിൽ തന്നെ തീർത്തോട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ന്യൂമറേറ്ററുകളെല്ലാം ഞാൻ ആഡ് ചെയ്ത് വെച്ചു, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്, ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിക്കൂടെ, എഴുതണം നിർബന്ധമില്ല കേട്ടോ, ഇവിടെ തന്നെ കത്തിയവരുണ്ടാവും. റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആൽഫ ബീറ്റ ഞാൻ ആദ്യം എഴുതി, ഇവൻ കഴിഞ്ഞു. അടുത്തത് ആൽഫ ഗാമ എഴുതി, ഇയാളും കഴിഞ്ഞു. അടുത്തത് ആൽഫ ഡെൽറ്റ എഴുതി, അടുത്തത് ബീറ്റ ഗാമ എഴുതി, ഓർഡർ മാറ്റേണ്ടതെന്നേ ഉള്ളൂ അല്ലേ, പ്ലസ് ബീറ്റ ഡെൽറ്റ എഴുതി. അടുത്തത് ലാസ്റ്റ് ഗാമ ഡെൽറ്റ എഴുതി, ഓൾ / ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. ഇതിൻ്റെ വാല്യൂ എന്താ വരിക, ഇതെന്താ ശരിക്കും മുകളിൽ എഴുതിയത്, അത് S2 അല്ലേ, 2 എണ്ണം വീതം എടുത്തിട്ടുള്ളത്. താഴെയോ S1 അല്ലേ, സോറി S1 അല്ല S4. അപ്പോൾ S2/S4ൻ്റെ വാല്യൂ എന്താ വരിക, ഇത് S2 5/2 ആയിരുന്നു, S4 1/2. അപ്പോൾ 5/2/1/2 = 5 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് ഈ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ ഓക്കെ, അത് 5/2 എന്ന് കിട്ടുമല്ലോ അല്ലേ. 5 എന്ന് നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2 ഇൻറ്റു അതിന് ഓക്കെ. അതുപോലെ 1/α + 1/β + 1/γ + 1/δൻ്റെ വാല്യൂ എന്താണ്, നമ്മൾ 7 എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് രണ്ടും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർ എന്ന ഇക്വേഷൻ ഇതായിരുന്നു, 1/α + 1/β + 1/γ + 1/δ ഹോൾ സ്ക്വയർ = 1/α² + 1/β² + 1/γ² + 1/δ² + 2 ഇൻറ്റു ഇങ്ങനെ ടേം. ആ ബ്രാക്കറ്റിനകത്തത് ടേമിൻ്റെ വാല്യൂ നമ്മൾ കഷ്ടപ്പെട്ട് 5 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു അല്ലേ. അതുപോലെ ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം 1/α + 1/β + 1/γ + 1/δ എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് 7 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, പിന്നെ ഇത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അന്ന് കിട്ടും. അത്രയേ ഉള്ളൂ ആൻസർ. അപ്പോൾ 1/α + 1/β + 1/γ + 1/δ 7 കൊടുത്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 7² ആവും. റൈറ്റ് സൈഡ് 1/α² + 1/β² + 1/γ² + 1/δ² പ്ലസ് 2 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കുക 2 മസ്റ്റാണ്, 2 ഇൻറ്റു 5. അപ്പോൾ ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി, 7² 49 മൈനസ് 2 ഇൻറ്റു 5 ഇങ്ങോട്ട് കൊണ്ടുവരിക, 2 ഇൻറ്റു 5 10 = എഴുതാൻ മടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ എന്ത് കിട്ടും, 39 കിട്ടും. ഓക്കെ, സിമ്പിളാണ്, ചെയ്ത് നോക്കും.